ഗവൺമെന്റ് ഹോസ്പിറ്റലിനടുത്തുള്ള മീൻ മാർക്കറ്റിലും വടകര ടൗണിലെ മാർക്കറ്റിലും ഒക്കെ പോയിട്ട് നല്ല മീനൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ഏകദേശം രാവിലെ ഒരു 8 മണി ആയിട്ടേ ഉള്ളൂ. നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനുശേഷം ഫുഡൊക്കെ പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. സ്വന്തം വീട്ടിൽ പരിപാടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതേ ചില്ലി ചിക്കൻ ഉണ്ട്, ബിരിയാണി ഉണ്ട്, സാദാ ചോറുണ്ട്, അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഞാൻ ഓരോന്നിൻ്റെയും മൂടി പോക്കി നോക്കിയിട്ട് അവസാനത്തെ മൂടി പോക്കി നോക്കുമ്പോൾ അതിലൊന്നുമില്ല. ഞാൻ അങ്ങനെ ശശിയായി. അപ്പോൾ അതെ എല്ലാ വിഭവവും സമൃദ്ധമായിട്ടുള്ള പരിപാടി എന്താണെന്നല്ലേ. നമുക്കിന്നൊരു സൽക്കാരമുണ്ട്. അമ്മൂനെയും അക്കൂനെയും അവരുടെ ഹസ്ബൻഡിനെയും വൈഫിനെയും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് നമ്മളൊരു കുഞ്ഞു സൽക്കാരം. അപ്പോൾ നമ്മൾ ഫാമിലിയുള്ള എല്ലാവരും ഉണ്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരെയും കൂടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതിനിടയിൽ ഞാൻ പോയിട്ട് എല്ലാത്തിൻ്റെയും ഒന്ന് മൂടി പോക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിലൊന്നും എൻ്റെ കൈയില്ല. എൻ്റെ കൈ ആകെയുള്ളത് ജ്യൂസിൽ മാത്രമായിരുന്നു. അതാണെങ്കിൽ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ആരും എത്തിയിട്ടില്ല. സമയം ഒരു 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം എത്തുന്നത് അനീഷേട്ടനും ജിത്തുവാടനാണ് കേട്ടോ. അപ്പോൾ അതെ ആദ്യം അവർക്ക് തന്നെ ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ അടിച്ചു വെച്ച ജ്യൂസൊക്കെ അവർക്ക് കൊടുത്ത്. നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുപോലെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിരുന്നുകാരെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെ പണിയൊന്നുമില്ല, കാര്യമായിട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാൻവിൻ്റെ മുട്ടായി പീടിയ ഉച്ചയ്ക്ക് വെയിലായതുകൊണ്ട് എല്ലാം ഇങ്ങെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊന്നും വെയിലത്ത് വെക്കണ്ട, ചീത്തയായി പോകുമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഇങ്ങോട്ടേക്ക് കയറ്റി വെച്ചതാണ്. അപ്പോഴത്തേക്ക് ലാലോടിന് ഒരു ലോഡ് സാധനങ്ങളും കൊണ്ട് വന്നിട്ടുണ്ട്. അതിലെന്താണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇത് അമ്മവും ഹസ്ബൻഡും വന്ന്, അനുശ്രീ വന്ന്, അക്കുവിൻ്റെ വൈഫാണ് അനുശ്രീ. അപ്പോൾ ഇവർ വരുമ്പോൾ തന്നെ 2 മണി ആയിട്ടുണ്ട്. സമയം ക്ലോക്കിൽ നോക്കിയാൽ അറിയാം 2:20 അപ്പം വേഗം ഇവർക്ക് ഫുഡ് കൊടുത്ത്. അപ്പോൾ എല്ലാവരും അവർക്ക് ഫുഡ് കൊടുക്കേണ്ട തിരക്കിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ വീക്കെൻഡിൻ്റെ കയ്യിൽ കൊടുക്കലാണ് കേട്ടോ. മോളെ വീഡിയോ എടുത്തോന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഓളാണെങ്കിൽ ട്യൂഷനും കഴിഞ്ഞ് അപ്പോൾ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളേ. ഓരോരോ ട്രിപ്പായിട്ട് ഓരോരുത്തർ ഫുഡ് കഴിക്കുകയാണ്. നിങ്ങൾ ലാസ്റ്റിലത്തെ ട്രിപ്പിലാണല്ലോ കഴിക്കുക, അതാണല്ലോ അതിൻ്റെ ഒരു ശരി അല്ലേ. അപ്പോൾ അവരിങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ലാലോടിനും കമ്പനിക്ക് ഇരുന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് കഥ പറയാണ്. അങ്ങനെ ഓരോരോ ട്രിപ്പിന് ശേഷം അവസാനത്തെ ട്രിപ്പ് ഞങ്ങളുടേതായി വിശദമായി വിശാലമായി കഴിക്കാന്ന് പറഞ്ഞാൽ ലാസ്റ്റിലത്തെ ട്രിപ്പാണ് കേട്ടോ. എനിക്കൊക്കെ ഇഷ്ടം. അപ്പോൾ ഇതേ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കോനാല് അല്ല മുറ്റത്തിരുന്നിട്ട് കുറേ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ അന്നത്തെ വൈകുന്നേരം അല്ല അന്നത്തെ ഉച്ച മുതൽ വൈകുന്നേരം അങ്ങ് കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ, ഞങ്ങളുടെ വീട്ടിൽ നടന്നൊരു വിശേഷത്തിന്റെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ ശരി, ഞങ്ങളുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.